നിങ്ങൾക്ക് ഈ പരമ നാറിയെ അറിയാൻ പറ്റുമോ? ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് വെക്കണം. ഞാൻ നല്ലോണം തെറി വിളിക്കും. കുട്ടികളാരും ഈ വീഡിയോ കാണരുത്, ഓക്കെ? ഈ പരമ തെമ്മാടിക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. മരിച്ചുപോയ മൃതദേഹത്തെ, ഡെഡ് ബോഡിയെ കളിയാക്കി ജീവിക്കുന്ന ഈ വൃത്തികെട്ട നായ്ക്കുള്ള മറുപടിയാണ്, ഓക്കെ? ഈ വൃത്തികെട്ട നായി പറയുന്നത് ഷിംജിത്തയാണ് നല്ലവൾ, ദീപക് ആത്മഹത്യ ചെയ്തത് നന്നായി എന്ന് ഈ വൃത്തികെട്ട ജന്തു പറയുകയാണ്. അതുകൊണ്ട് ഈ വൃത്തികെട്ട ജന്തുവിനെതിരെ നമ്മൾ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ വിവാദമാവും. ഈ വൃത്തികെട്ട ജന്തു ഒരു എഡിറ്റ് ചെയ്ത വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്, ഓക്കെ? അതായത് തെറ്റ് മുഴുവനും ചെയ്തത് ദീപക് എന്നും ഈ പറയുന്ന സിംജിത്ത നിരപരാധിയുമെന്നാണ് ഈ തെമ്മാടി പറയുന്നത്. നമുക്കെന്തായാലും തെമ്മാടി പറയുന്ന ഓരോന്ന് കേട്ടു നോക്കാം. അതിനുശേഷം ഈ തെമ്മാടിക്കുള്ള മറുപടി കൊടുക്കാം. ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറയുകയാണ്, ഞാൻ ഈ കാറിൽ ഗ്ലാസ്സിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അത് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ കറങ്ങും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ പരമച്ചെറ്റക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്, ഓക്കെ? ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഇൻസിഡന്റ് ഉണ്ടല്ലോ, ബസ്സിൽ ഷിംജിത എന്ന് പറഞ്ഞ പെൺകുട്ടി ചെയ്ത വീഡിയോയിൽ ഒരു തെറ്റുമില്ല. ഇത് വളച്ചൊടിച്ച് പ്രശ്നമാക്കിയത് കുറച്ച് യൂട്യൂബേഴ്സാണ്. ഈ പെണ്ണ് തട്ടിയിട്ട് അവൻ ആരെയും തട്ടിയിട്ടില്ല. അവൻ വളരെ മാന്യനാണ്. ദീപക് എന്ന് പറഞ്ഞ ആളെ നിരപരാധിയാണെന്നുള്ള രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട്. തട്ടിയിട്ടില്ല എന്ന് പറയത്തില്ലേ, ഈ ദീപക് എന്ന് പറഞ്ഞ ആള് ഇതിനകത്തൊരു എക്സ്പേർട്ടാണ്. അയാൾക്ക് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അയാളുടെ ഒരു ബാഗ് ഉണ്ട്. ഈ ബാഗ് വെച്ചിട്ട് പുള്ളി ഒരു പണി കാണിക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിച്ചിട്ട് മനസ്സിലാക്കി തരാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് പിടി കിട്ടത്തില്ല. എല്ലാവരും പെണ്ണിനെ കുറ്റം പറയാം, അവനൊന്നും ചെയ്തിട്ടില്ല, അവനെന്തോ പാവം പിടിച്ചവൻ, ഇവള് കയറിയാണ്ട് ചെയ്തുകൊണ്ട് മരിച്ചു, അങ്ങനെയൊക്കെയാ പറയുന്നത്. എടം നായിയെ നിന്നെ നായി എന്നല്ലാതെ നായി ആ പേര് പോലും എന്നെ വിളിക്കാൻ പറ്റില്ല. അതിനും മോശപ്പെട്ട നാറിയെന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അതിലും മോശപ്പെട്ട ഒരു വൃത്തികെട്ട ജന്തുവാണ് ഈ പരമ നാറിയൊക്കെ. ഈ പരമ നാറി പറയുന്നത് നിങ്ങൾ കേട്ടോ? അതായത് ഈ പരമ ചെറ്റ, പരമ തെമ്മാടി പറയുന്നത് ദീപകാണ് കുറ്റക്കാരന്. ഈ വൃത്തികെട്ട ജന്തു ഉണ്ടല്ലോ, മറ്റേ ഈ സിംജിത്ത എന്ന വൃത്തികെട്ട ജന്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഈ പരമ തെമ്മാടി ചെയ്യുന്നത്. എന്തിനാണ് ബ്രോ ഇങ്ങനെയുള്ള തെമ്മാടികളെ റിയാക്ട് ചെയ്യുന്നത്? ഈ പരമ നാറിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, ഓക്കെ? ആ ഫോളോവേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ നായിക്ക് പറഞ്ഞ നായി. ഈ നായിയോടൊരു കാര്യം പറയുകയാണ്, എടാ നായിയെ, ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയും നായിയെ, അത് ഷിംജിത്ത എന്ന വൃത്തികെട്ട ജന്തു വെറുതെ റിച്ചിന് വേണ്ടി ഉണ്ടാക്കിയതെന്ന് എല്ലാവർക്കും അറിയും നായിയെ. പിന്നെ എന്തിനാണ് നായിക്ക് പറഞ്ഞ നായിയെ നീ അതിനെ വെളുപ്പിക്കുന്നത്? നോക്കൂ, ഞാൻ ഇങ്ങനെ ചൂടാവാനുള്ള കാരണം നോക്കൂ നിങ്ങൾ. ദീപക് എന്ന മനുഷ്യന് അതായത് അദ്ദേഹം ഇഞ്ചിഞ്ചായി, എങ്ങനെ ഞാൻ നാളെ പുറത്തിറങ്ങി നടക്കുമെന്ന് അറിയാതെ ഇഞ്ചിഞ്ചായി മരിച്ച ഈ സിംജിത്ത എന്ന ദ്രോഹി ഒരു എഡിറ്റ് ചെയ്ത വീഡിയോ കൊണ്ടുവന്നിട്ട് അദ്ദേഹം എന്നെ ടച്ച് ചെയ്യുന്നു എന്ന് അദ്ദേഹം ബോധപൂർവം എന്നെ ടച്ച് ചെയ്യുന്നു എന്ന് ആ വൃത്തികേട് ആ പരമ ജന്തു ചെയ്തിട്ട് ഈ പരമ നാറി അതിനെ ന്യായീകരിക്കുകയാണ്, അതിനെ വെളുപ്പിക്കുകയാണ്. നായിക്ക് പറഞ്ഞ നായിന് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ? എന്തായാലും നായിക്ക് പറഞ്ഞ നായി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. മറ്റൊരു സ്ത്രീയുടെ അടുത്താണ് ഇരിക്കുന്നത്, അവിടെയും അയാളുടെ ഇടത് കൈ പൊങ്ങുന്നുണ്ട്, ആ സ്ത്രീയുടെ കൈ കമ്പിയിലാണ് ഇരിക്കുന്നത്. കണ്ട, ആ ഒരു തെറ്റിദ്ധാരണയാണ് ഷിംജിത ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം. രണ്ടാമത് ഷിംജിത നിൽക്കുമ്പോഴത്തേയും അയാളാണ് കൈ കൊണ്ട് മുട്ടുന്നത്, ചേർത്ത് പിടിക്കുന്നതും, വീണ്ടും കൈ പിറകിലേക്ക് വരുന്നത്, അവൾ മാറിക്കൊടുക്കുന്നു. വീണ്ടും ആ കൈ കൊണ്ട് അയാൾ വീണ്ടും ചേർത്ത് പിടിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. കോടതി ഇത് വൈറലാവാൻ എടുത്ത വീഡിയോ അല്ല എന്ന് തെളിയിക്കുന്നു. എടാ ചെകുത്താൻ എന്ന പരമ നാറിയെ, നിന്നോടൊരു കാര്യം പറയുകയാണ്. നായിക്ക് പറഞ്ഞ നായിയെ, ഇതിലെ ആ ജന്തു സിംജിത്ത എന്ന് പറയുന്ന ജന്തു ചിരിക്കുന്നു, നീ കാണുന്നില്ലടാ നായിയെ? നിന്റെ കാണിനെന്തെങ്കിലും അസുഖമുണ്ടോടാ നായിയെ? അതായത് ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒന്നും കൂടി ഞാൻ പ്ലേ ചെയ്യാം. സിംജിത്ത എന്ന വൃത്തികെട്ട ജന്തു എന്തിന് ചിരിക്കുന്നു? അതായത് ഒരു പെണ്ണ് ബസ്സിൽ വെച്ച് പീഡനം നേരിടുമ്പോൾ അവൾ ചിരിക്കോ? അതായത് ഇവളുടെ ഈ വൃത്തികെട്ട ജന്തുവിൻ്റെ ഫോണ് പരിശോധിച്ചപ്പോൾ ഏത് വീഡിയോ ആണ് ഈ വൃത്തികെട്ട ജന്തു ക്രിയേറ്റ് ചെയ്തത്, ആ ഏത് വീഡിയോയിൽ നിന്ന് ചെറിയ കഷ്ണം എടുത്തിട്ടാണ് ഈ വൃത്തികെട്ട ജന്തു 17 സെക്കൻഡിൻ്റെ ഒരു റീൽസ് ഉണ്ടാക്കിയത്. അതിനെ ഈ പരമ നായിക്ക് പറഞ്ഞ നായി ന്യായീകരിക്കുകയാണ്. എടാ നായിയെ, സിംജിത്ത എന്ന വൃത്തികെട്ട ജന്തു എന്തിന് ചിരിക്കുന്നു? അതിനുള്ള ഉത്തരം നീ തരണം, നായിക്ക് പറഞ്ഞ നായി. ഓക്കെ, നായിക്ക് പറഞ്ഞ നായി പറയുന്ന ബാക്കിയും കൂടി കേട്ടുന്നോക്കാം. ഇത് കറക്റ്റാ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് അയാളെ ബാഗ്
ഇങ്ങനെ ഒരു ബാഗും പിടിച്ചോണ്ട് നിൽക്കുക ബസ്സിൽ. ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ, അതുമല്ല പൊക്കി കഴിയുമ്പോൾ അവന്റെ കൈ ഇങ്ങനെയാ പോകുന്നത്. അങ്ങനെ പൊക്കത്തില്ല, നമ്മൾ ഇങ്ങനെ പൊക്കത്തുള്ളൂ. ഒരു തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ കൈ പൊക്കി തൊട്ടപ്പുറത്തേക്കുന്ന പെണ്ണുങ്ങളെ മുലയിലോട്ട് കുത്തുന്നത് മനഃപൂർവ്വം മാത്രമേ പറ്റത്തുള്ളൂ. ഇത് മലപ്പുറമാണോ? എടാ നായിന്റെ ഇവനെ എന്ത് ഭാഷയിൽ എനിക്ക് ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, ഞാൻ തെറി വിളിക്കും. ഈ വിഷയത്തിൽ നമ്മൾ തെറി വിളിച്ചിട്ടില്ലെങ്കിൽ ദീപകിന്റെ ആത്മാവിന് ശാന്തി കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇവനെ തെറി തന്നെ വിളിക്കും. എന്ത് വൃത്തികേടാണ് ഈ പരമനാറി പറഞ്ഞത്. എടാ പരമനാറി, 3.5 മില്യൺ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലായി ആ വൃത്തികെട്ട നായിക്ക് പറഞ്ഞ നായിന്റെ മോള് ഇത് അതായത് നമ്മുടെ ദീപകിനെ കുടുക്കിയതാണ്. നമ്മുടെ ദീപകിനെ വെറുതെ ഇല്ലാത്ത വൈറലാവാൻ വേണ്ടി, അവൾക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി, അതായത് വൈറലായി കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് എത്തുമെന്ന ആ വൃത്തികെട്ട ജന്തുവിൻ്റെ ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ കാരണം ആ വൃത്തികെട്ട ജന്തു അങ്ങനെ വൈറലാവാൻ വേണ്ടി ഒരുത്തനെ ബലി കൊടുക്കുകയാണ്. അതിന് നീയൊക്കെ വന്ന് വെളുപ്പിക്കുകയാണ്. നോക്കുന്നു, എൻ്റെ ഈ നായ്ക്ക് പറഞ്ഞവനോട് ഒരു കാര്യം പറയുകയാണ്. എടാ നിനക്ക് ബസ്സിൽ ഇതേ സെയിം അലിഗേഷൻ വന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നടാ? ഇതേ സീനിനകത്ത് ഇവൻ പോകുന്ന കണ്ടോണേ, ഇവനെ എല്ലാ അമ്മമാരും മക്കള് മരിച്ച കാര്യമൊക്കെ ചെയ്യും. അത്ര വീഡിയോ എടുത്തോണ്ട് വന്നിട്ട് സെന്റിമെന്റ്സ് ഇയാൾ ഈ ഇത് പൊക്കുന്ന കാണണം, ബാഗ് പൊക്കുന്ന. അപ്പുറത്തേക്കുന്ന പെണ്ണിന്റെ കൈ കണ്ടോ, അതിന് അടിയിലോട്ടാ കയറ്റുന്നത് കണ്ടോ. അറിയാത്ത പോലെ നിന്നു. അതിപ്പോ കണ്ടോ. ഇനി ഇയാൾ അറിയാത്ത പോലെ നോട്ടം നോക്കും കണ്ടോണേ. ഇയാൾ ഇതുവഴി പോകാൻ പറ്റത്തില്ല. ഇയാൾക്ക് ഈ ആള് നിൽക്കുന്നത് കൊണ്ട്, ഇതുണ്ട് ഈ ആള് കണ്ട്, ഇയാൾ നിൽക്കുന്നതുകൊണ്ട് അയാൾക്ക് അതുവഴിയല്ല, ഇയാൾക്ക് ഇറങ്ങേണ്ടത് ഇപ്പുറത്തൂടെ കണ്ടോ. ഈ സൈഡിൽ കൂടെ ഇറങ്ങേണ്ട ആള് തട്ടിയിട്ട് ഇറങ്ങി പോകുന്നുണ്ടോ. എന്തൊക്കെ വൃത്തികേടാണ് ഈ പരമച്ചെറ്റ പറയുന്നത്. ചെകുത്താനെന്ന പരമനാറി ഇവനെ ഞാൻ ഒരു റെസ്പെക്റ്റും കൊടുക്കൂല. ഇതിനവൻ റീപ്ലേ അല്ല. അവന് എന്ത് മണ്ണാങ്കട്ട തന്നാലും എടാ നിനക്ക്, അതായത് നിനക്ക് വേറെ പേരില്ലടാ. നിനക്ക് നിന്നെ നായിന്ന് വിളിക്കാൻ പറ്റും, ഇന്ന് നാറിന്നേ വിളിക്കാം. ആ വീഡിയോ കണ്ട നമുക്ക് എല്ലാവർക്കും അറിയും. അറിയാതെ, അതായത് ഷിംജിത്ത അവളുടെ മാരിടം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ടച്ച് ചെയ്യ് ചിരിച്ചുകൊണ്ട്. അതായത് അയാളുടെ ദീപക് എന്ന പാവപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക് പോയിട്ട് വെറുതെ, ഷിംജിത്തൊക്കെ അറിയും, അതായത് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും കുറച്ച് ടച്ച് ആവും, വൈറലാവാൻ വേണ്ടി ആ വൃത്തികെട്ട ജന്തു എടുത്ത ആ വീഡിയോ ഈ പരമനാറി ഇവിടെ നിന്നിട്ട് വെളുപ്പിക്കൽ നിങ്ങൾ കണ്ടോ. ഇതിനിങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ പരമച്ചെറ്റക്ക് മറുപടി കൊടുക്കേണ്ടത്? ഓക്കെ, നമുക്ക് എന്തായാലും പരമച്ചെറ്റ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. അയാള് ഈ പെണ്ണിന്റെ തൊട്ട് മുന്നിൽ ഒരാൾ നിൽപ്പുണ്ട്, ഒരു പ്രായമുള്ള ഒരാൾ. ഇങ്ങനെയാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ട് മരിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അയാൾ ഈ വീഡിയോ കൃത്യമായിട്ട് അയാൾ കണ്ടിട്ടുണ്ട്. അയാൾക്ക് അയാൾക്ക് അതേ മനസ്സിലാകത്തുള്ളൂ. അയാൾ ചെയ്ത് കൃത്യമായിട്ട് അയാൾ കാണുമ്പോൾ അയ്യോ പിടിക്കപ്പെട്ടു, ഉറപ്പായിട്ട് അയാൾക്ക് അതേ തോന്നത്തുള്ളൂ. അതായത് നമ്മൾ കണ്ട പോലെ ആയിരിക്കത്തില്ല. എല്ലാത്തിനും ഈ കണ്ട മണ്ടന്മാരായതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാത്തത്. പിന്നെ ഇയാൾ ഈ പെണ്ണിനെ തട്ടുന്ന സമയത്ത് വണ്ടി അനങ്ങുന്നൊന്നുമില്ല. ചുറ്റുമുള്ളവരെല്ലാം മര്യാദയ്ക്ക് നിൽക്കുക, അനങ്ങാൻ നിൽക്കുക കണ്ടോ. ഇയാൾ മാത്രം എന്താ ഇങ്ങോട്ട് നീങ്ങുന്നത്? അതുമല്ല, ഇങ്ങോട്ട് നീങ്ങാൻ ഇതുവഴി എന്തിനാ കറങ്ങി പോകുന്നത്? അയാൾ അപ്പുറത്തോട്ടല്ലേ പോകണ്ടേ? കണ്ടോണേ, ഇത് സാധനം കണ്ടോ. ഇവിടെ ഇയാള് ഈ അനങ്ങുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ളവരെല്ലാം സ്റ്റേബിളാ കണ്ടോ, ആരും കണ്ടില്ല. ഇയാൾ മാത്രം തട്ടിയിട്ട് ഇയാൾ അതിന് ഈ വഴിക്ക് പോകുന്നത് എന്തിനാണ്? അയാളെ പുറകെ ചെന്ന് അയാളെ തട്ടിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് അപ്പുറത്തൂടല്ലേ പോകണ്ടേ? അവനപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പോയതാന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഈ കേസിലും ബാഗാണ് ഇവൻ പൊക്കുന്നത്. നേരത്തെ ബാഗ് എന്തിനാ ഇങ്ങനെ പൊക്കുന്നേ? ബാഗ് അങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാ. ബാഗ് താത്തിയിട്ട് അവിടെ തൂക്കിയിട്ട് നിൽക്കുന്നതല്ല എളുപ്പം. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ദീപക് എന്ന മനുഷ്യന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്ന പൊന്നു പ്രേക്ഷകരെ. ആ ബാഗ് ഇപ്പോൾ നമുക്ക് ബസ്സിൽ നിന്ന് സീറ്റൊന്നും കിട്ടാത്ത സമയത്ത്, നല്ല റെസ്റ്റുള്ള സമയത്ത് നമ്മുടെ കയ്യിലൊരു ബാഗ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ കൈക്ക് മാറ്റും, അങ്ങനെയൊക്കെ ചെയ്യൂലേ? അങ്ങനെ ചെയ്യുമ്പോൾ ഈ വൃത്തികെട്ട ജന്തു, ഷിംജിത്ത എന്ന വൃത്തികെട്ട ജന്തു ഇയാളുടെ അടുത്ത് കയറി നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ഒരിത്തിരി ടച്ച് ആയതാണോ ഈ ഷിംജിത്ത എന്ന വൃത്തികെട്ട ജന്തു, അങ്ങനെ എഡിറ്റ് ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. അത് കോടതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അഥവാ ടച്ച് ആയിരുന്നെങ്കിൽ ബോധപൂർവം ആണോ അയാൾ പിടിച്ചത്? അയാൾ പിന്നിലുണ്ട്, അയാൾ പാവം പോകുന്ന സമയത്ത് ഇവൾ ഇട്ട് കൊടുത്തത് കൊണ്ട് ഒരിത്തിരി ടച്ചാവുന്നു. എന്താണല്ലേ അതിനെ ഈ വൃത്തികെട്ട നായിക്ക് പറഞ്ഞ നായി ന്യായീകരിക്കും. അതിനെ റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ആണായിട്ട് ജനിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഇട്ടത്. ഓക്കെ, ജന്തു പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. മാത്രമല്ല, ബാഗ് പൊക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയാൽ ഈ സൈഡിലോട്ട് പോകുന്നല്ലേ. ഇത് ഇങ്ങനെ പോകുന്നത് എങ്ങനെയാ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും ബാഗ് വെക്കുമ്പോൾ. അതിന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് ആരെങ്കിലും ബാഗ് വെക്കുന്നത്. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇയാളുടെ മാതാപിതാക്കൾക്ക് ഇയാളെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാകത്തുള്ളൂ. അവര് നിരപരാധികളാണ്. അവർക്ക് പറയാൻ പറ്റും അവരുടെ മോൻ ഇങ്ങനെയാണ്. അവരത് അറിയത്തുമില്ല. അവർ കരയും. ആ വീഡിയോയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് പൊതുവികാരെ ഇളക്കി വിട്ട് കുറെ യൂട്യൂബർമാരും വാർത്താ മാധ്യമങ്ങളും കൂടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്. പൊതുജനത്തിന് തെറ്റിദ്ധരിപ്പിച്ചു. ഈ പെങ്കൊച്ച് എന്തുകൊണ്ടാണ് അനങ്ങിയില്ല, അവൾ റിയാക്ട് ചെയ്യേണ്ടല്ല എന്നൊക്കെ ചോദിക്കുന്നത്. അവൾ എന്താ അറിയാം, അവൾ അതിനാ വന്നത്. അവൾ അതിനകത്ത് പറയുന്നുണ്ട്, അതായത് മറ്റൊരു പെൺകുട്ടിയുടെ ഡിസ്കംഫർട്ട് കണ്ടിട്ടാണ് ഇവർ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. ആണോ, അവൾ ആദ്യം ആ വീഡിയോ കാണിക്കുന്നുണ്ട്, അപ്പുറത്തൊരാളുടെ അവരുടെ മുഖം കാണിക്കാൻ പറ്റത്തില്ല. ഈ ബസ്സിനകത്ത് നിന്ന് ഇത്ര കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് കൊടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ആണോ ചെകുത്താനെ, ആണോ?
എടാ നായിക്ക് പറഞ്ഞ നായിയെ, അതായത് ഈ സിംജിത്ത എന്ന വൃത്തികെട്ടവൾ ഒരു പെണ്ണിനെ ദീപക് കയറി പിടിക്കുന്നു എന്ന് പറഞ്ഞല്ലേ, ആ പെണ്ണ് സിംജിത്തക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതറിയോ? എന്നെ ആരും അങ്ങനെ കയറി പിടിക്കാൻ വന്നില്ല, സിംജിത്ത എന്ന വൃത്തികെട്ട ജന്തു വെറുതെ പറയുന്നതെന്ന് ആ പെൺകുട്ടി പറഞ്ഞത് നീ കേട്ടില്ലേടാ ഈ പരമനാറിയെ ചെകുത്താനെ? അതായത് ചെകുത്താൻ എന്തിന് സിംജിത്തയെ സപ്പോർട്ട് ചെയ്യുന്നു? ഉത്തരം, ഈ പറഞ്ഞ ചെകുത്താനിന് വൈറലാവണം. ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാനോ അദ്ദേഹത്തെ വൈറലാക്കാനോ അല്ല. അതായത് ആ പരമനാറിയുടെ വീഡിയോ ഏകദേശം 8000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ 8000 ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അതായത് 134 ലൈക്ക് ഈ പരമ ചെറ്റക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 134 ആൾക്കാർ എന്ത് ഈ പരമനാറി പറയുന്നത് ശരി എന്നാണ് വിചാരിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെടുത്ത് റിയാക്ട് ചെയ്തത്. ഓക്കെ, ഒരു കാര്യം പറയുകയാണ് ചെകുത്താനെ, എന്തിനാടാ നിനക്ക് നാളെ ഇങ്ങനെ ഒരു സെയിം അലിഗേഷൻ വന്നാൽ നീ എന്ത് ചെയ്യും ചെകുത്താനെ? നിനക്ക് അതായത് ബസ്സിൽ ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ ചെകുത്താൻ കയറി പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും? നിനക്ക് ഒരു പക്ഷേ നടക്കാൻ പറ്റും, നീ ഒരു അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട്. പക്ഷേ ദീപക് അങ്ങനെയുള്ള മനുഷ്യനല്ല, അത് നീ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യണം.